ഹലോ എവ്രി വൺ, വെൽക്കം ടു ദിശ അക്കാഡമി. അപ്പോൾ നമ്മളിപ്പം CGL, MTS ഇങ്ങനെയൊക്കെ എല്ലാ എക്സാമിനേഷനും വരേണ്ട ഡേറ്റ് എടുക്കാറായി. അത് മാത്രമല്ല, ഇപ്പോൾ MTS തന്നെ പുതിയൊരു വാക്കൻസി ലിസ്റ്റ് അവർ വീണ്ടും പബ്ലിഷ് ചെയ്തായിരുന്നു. അതായത് റിന്യൂ ചെയ്തിട്ട് പുതിയൊരു വാക്കൻസി ലിസ്റ്റ് അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്രയും വാക്കൻസി ഇപ്പോൾ കൂടിയും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ, എങ്ങനെയാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു സേഫ് സ്കോർ എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ ഉള്ള രീതിയിൽ ഒരു അവയർനെസ് തരാൻ തന്നെയാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമ്മുടെ ടോപ്പിക്കിൽ നിന്ന് എന്താണ്, MTS വാക്കൻസി ഇൻക്രീസ് ആയി. അപ്പോൾ ആ ഇൻക്രീസ് ചെയ്ത വാക്കൻസി കൊണ്ട് നിങ്ങൾക്ക് വരാൻ പോകുന്ന ഉപയോഗം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം അതിൽ നിന്ന് ബെനിഫിറ്റ് ഉണ്ടാക്കാം എന്നുള്ളൊരു കാര്യമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് MTS എന്താണെന്ന് അറിയാം. മൾട്ടി ടാസ്കിങ് നോൺ ടെക്നിക്കൽ വിഭാഗത്തിൽ വരുന്ന സ്റ്റാഫ് എക്സാമിനേഷൻ ആണ് അല്ലേ. SSCയുടെ കീഴിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന 10th ലെവൽ ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു എക്സാമിനേഷനാണ് MTS എന്ന് പറഞ്ഞത്. അപ്പോൾ MTS എന്ന് പറഞ്ഞാൽ മൾട്ടി ടാസ്കിങ് എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ക്ലറിക്കൽ പോലത്തെ ഒരു പോസ്റ്റിംഗ് ആണ് വരുന്നത്. അതിൻ്റെ കൂടെ തന്നെയാണ് എന്തും വരുന്നത്, MTS ഹവൽദാർ അല്ലേ. ഹവൽദാർ എന്ന് പറയുന്ന പോസ്റ്റ്, നമ്മുടെ വാച്ച്മാൻ എന്ന് പറയുന്ന ഒരു പോസ്റ്റ്, അതിപ്പോൾ നമ്മുടെ നർക്കോട്ടിക്സ് ഡിപ്പാർട്ട്മെന്റിലൊക്കെയാണ് വിളിച്ചിട്ടുള്ളത്. CBIC, CBNലേക്കാണ് നമ്മളിപ്പോൾ വാക്കൻസി ക്ഷണിച്ചിട്ടുള്ളത്. അപ്പം വാച്ച് ഗാർഡ് അല്ലെങ്കിൽ സെക്യൂരിറ്റി ഗാർഡ് എന്നുള്ളൊരു പോസ്റ്റാണ് ഹവൽദാറിന് വരുന്നത്. ബട്ട് MTS എന്ന് പറയുന്നത് പൊതുവെ എന്താണ്, നല്ലൊരു ജോബാണ്. ക്ലറിക്കൽ ലെവലിൽ ഒരു അത്യാവശ്യം നല്ല ജോലിയാണ്. പിന്നെ MTSനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, 10th ലെവൽ ക്വാളിഫിക്കേഷനിൽ അത്യാവശ്യം ഒരു സാലറി പാക്കേജ് ഉള്ളത് തന്നെ ഒരു സെൻട്രൽ ഗവൺമെൻറ് കീഴിൽ ഒരു ജോലി എന്ന് പറയുമ്പോൾ തന്നെ അത്രയും മികച്ചതായിട്ടുള്ള ഒരു ഇത് തന്നെയാണ്. അപ്പോൾ എല്ലാത്തിനും അതിൻ്റെതായ നെഗറ്റീവ്സും പോസിറ്റീവ്സും എല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കി നിങ്ങൾക്കൊരു ജോലി എന്ന് പറഞ്ഞൊരു കാര്യം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ലക്ഷ്യം ഇട്ടിട്ട് ഇത് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ അറിയേണ്ടത് 10th ലെവൽ എക്സാമിനേഷൻ ആണ് വരുന്നത്. അപ്പം ഇപ്പോൾ +2 ഒക്കെ ക്വാളിഫൈ ആവാതിരിക്കുന്നവർക്ക്, അല്ലെങ്കിൽ +2 കഴിഞ്ഞിട്ട് ഏതെങ്കിലും പേപ്പർ കിട്ടാനുള്ളവർ, അല്ലെങ്കിൽ ഡിഗ്രി ഇല്ലാത്തവർക്കൊക്കെ എന്ത് ചെയ്യാം, ഇത് ട്രൈ ചെയ്യാം അല്ലേ. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്യുന്ന ഭാഗമായിട്ട്, അല്ലെങ്കിൽ SSC CGLന് പഠിക്കുന്നതിന് മുമ്പേ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒന്ന് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമിനേഷനാണ് MTS. കാരണം അത്രയും വർക്ക് വേണ്ടതായിട്ടുള്ള ഒരു പേപ്പർ തന്നെയാണ്. അത്യാവശ്യം വർക്ക് നിങ്ങൾ ചെയ്യേണ്ട ഒരു സെക്ഷനിങ് തന്നെയാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് എക്സാം എക്സ്പെക്ട് ചെയ്യുന്നത്, നമ്മുടെ ഒക്ടോബർ നവംബർ മാസത്തിൽ തന്നെയാണ്. ഒക്ടോബർ നവംബറിലാണ് നമ്മുടെ എക്സാം എക്സ്പെക്ട് ചെയ്യുന്നത്. നമ്മുടെ CGL പറയുന്നത് ഈ പറയും പോലെ സെപ്റ്റംബർ ഒക്ടോബർ എന്നുള്ള ഒരു ടൈം ലൈനാണ്. ഏകദേശം സെയിം ടൈം ലൈനിൽ കൂടെ പോകുന്ന എക്സാംസുകളാണ് ഇതൊക്കെ. MTS സ്റ്റെനോഗ്രാഫർ, MTSൻ്റെ ഈ പറയുന്ന ഇതെല്ലാം ഏകദേശം ഒരേ ടൈം ലൈനാണ്. MTS ആയാലും നമ്മുടെ CGL ആയാലും ഈ പറയുന്ന ഈ എക്സാംസ് എല്ലാം ഒരേ ടൈം ലൈനിൽ തന്നെയായിരിക്കും പോകുന്നത്. ഇവിടെ നമുക്ക് പറയേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ വാക്കൻസി ലിസ്റ്റ് ഇപ്പോൾ ഇൻക്രീസ് ആയിട്ടുണ്ട്. 4800 സംതിങ് വാക്കൻസി ആയിരുന്നു ആദ്യം വിളിച്ചിരുന്നത്. അതിപ്പോൾ എന്തായിട്ടുണ്ട്, കുറച്ചും കൂടെ ഒരു ഇൻക്രീസിങ് കാണിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട അതൊരു ചെറിയൊരു ഇൻക്രീസിങ് അല്ല. കാരണം നമ്മുടെ 2023ൻ്റെ വാക്കൻസി പ്രകാരം 2023ൻ്റെ വാക്കൻസി പ്രകാരം എത്രയുണ്ട്, 1558 പോസ്റ്റിലേക്കായിരുന്നു ഒഴിവ് വന്നത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, 1500. എത്ര പേരാ എക്സാംസ് എഴുതുന്ന, 24 ലക്ഷം ആൾക്കാർ എഴുതുന്നതിൻ്റെ ഇടയിൽ 1558 പോസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരുന്നു 2023ൻ്റെ കണക്കെടുപ്പിൽ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇത്തവണ നമുക്ക് എന്തുണ്ട്, ഒരു 10,000 അടുപ്പിച്ച് വാക്കൻസീസ് വിളിച്ചിട്ടുണ്ട്. 10,000 വിളിച്ചിട്ടില്ലെങ്കിൽ ഒരു 9,000 അടുപ്പിച്ച് വാക്കൻസി വിളിച്ചു കഴിഞ്ഞു. അതൊരു നല്ല എന്താണ്, നമ്മളെ സംബന്ധിച്ച് നോക്കുക, അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതിൽ പിന്നെ ശ്രദ്ധിക്കേണ്ട 2023ൻ്റെ കട്ട് ഓഫ് വന്നത്, ഇത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇപ്പം നല്ലൊരു സാലറി പാക്കേജ് ഉണ്ട്, അല്ലെങ്കിൽ ഇത്രയും ഒരു സെൻട്രൽ ഗവൺമെൻറ്റിലൊക്കെ ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു ചുമ്മാ ഉള്ളൊരു കാര്യമായിട്ടല്ല. ശരിക്കും അതിന് വേണ്ടി നിങ്ങൾ എത്രത്തോളം വർക്ക് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് പ്രാധാന്യം. MTSൻ്റെ നമ്മുടെ ടോട്ടൽ സ്കോറിൽ UR കാറ്റഗറിക്ക് കഴിഞ്ഞ വർഷം വന്നത്, അതായത് കേരള എന്ന് പറഞ്ഞൊരു റീജിയൻ എടുക്കുമ്പോൾ കേട്ടോ, നമ്മളെപ്പോഴും പ്രിഫറൻസ് എവിടെ വയ്ക്കുള്ളൂടാ, കേരള വയ്ക്കും, അല്ലെങ്കിൽ കൂടിപ്പോയാൽ നമ്മളോട് വയ്ക്കും കർണാടക, തമിഴ്നാട്, അങ്ങനത്തെ കുറച്ച് ഏരിയാസിനായിരിക്കും നമ്മൾ വയ്ക്കുന്നത്. നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൽ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിൽ വയ്ക്കുന്നത് വളരെ അപൂർവമാണ്. അഥവാ വച്ചാൽ തന്നെ നമുക്ക് ആ ഒരു സിറ്റുവേഷനുമായിട്ട് പൊരുത്തപ്പെട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ചും MTS പോലെയുള്ള ഒരു ക്ലറിക്കൽ പോസ്റ്റിൽ നിൽക്കുന്ന ജോബാകുമ്പോൾ നമ്മൾ പൊതുവേ നമ്മൾ എന്ത് ചെയ്യത്തില്ല, നോർത്ത് ഇന്ത്യൻ ഭാഗങ്ങളിൽ വയ്ക്കാറില്ല. ബട്ട് സ്റ്റിൽ നമുക്ക് സൗത്ത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കണക്കെടുപ്പ് എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ നോക്കണം. ചിലപ്പോൾ അങ്ങോട്ട് ചിലപ്പോൾ എന്തായിരിക്കും, ഈ ഒരു കട്ട് ഓഫ് റേഞ്ച് കുറവായിരിക്കും. സ്റ്റിൽ നമുക്ക് എപ്പോഴും സേഫ് എവിടെയാണ്, കേരളത്തിൽ നിന്ന് വർക്ക് ചെയ്യുന്നത് തന്നെയാണ്. എപ്പോഴും അങ്ങനെ തന്നെയാണ്. കേരളം ആകുമ്പോൾ നമുക്ക് ഇത്രയും ചിലപ്പോൾ ഒരു ഭാരപ്പെട്ട ഒരു ജോലിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ആ സമയത്ത് നമ്മൾ വീട്ടിൻ്റെ അടുത്താണ്, അല്ലെങ്കിൽ നമ്മൾ കേരളത്തിൽ തന്നെയാണെന്ന് പറയുമ്പോൾ നമുക്ക് അതൊരു സന്തോഷം, അല്ലെങ്കിൽ നമുക്കൊരു സമാധാനം, ഒരു സംതൃപ്തി എന്ന് പറയുന്ന ഒരു സംഭവമാണ് അവിടെ കിട്ടാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു അഥവാ നിങ്ങൾ ഈ ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എത്ര റേഞ്ചിൽ നിങ്ങൾ പഠിക്കണം എന്നുള്ളൊരു കാര്യം തന്നെ നിങ്ങൾ ഇപ്പോഴേ സെറ്റ് ചെയ്ത് പഠിച്ചേ പറ്റുള്ളൂ. നമുക്കറിയാമല്ലോ, ഈ ഒരു MTS എന്ന് പറഞ്ഞൊരു എക്സാമിനേഷനിൽ അറിയേണ്ട 2 സബ്ജക്റ്റ് ഏതാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ
പഠിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ്ലി തറോ ആയിരിക്കേണ്ട സബ്ജക്റ്റുകൾ ജി കെയും ഇംഗ്ലീഷുമാണ്. അത് ആ ജി കെ ഇംഗ്ലീഷിൻ്റെ സ്കോറിലാണ് എന്തിരിക്കുന്നത്, നിങ്ങളുടെ കട്ട് ഓഫ് ഇരിക്കുന്നതെന്ന് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം. നിങ്ങളുടെ മാർക്ക് എവിടെയാണ് വരുന്നത്? 138 മാർക്കാണ് കഴിഞ്ഞ തവണത്തെ UR കാറ്റഗറി ജനറൽ കാറ്റഗറിക്ക് വന്നത്. ഇപ്പോൾ OBC കാറ്റഗറിക്ക് ഇതിനേക്കാളും കുറവെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. 136 അങ്ങനെ എന്തുവായിരുന്നു OBCക്ക്. ഇപ്പോൾ SC ST എടുത്താൽ പോലും നമുക്ക് വരുന്നത് ഏകദേശം ഒരു 130+ എന്നുള്ള റീജിയനിൽ തന്നെയാണ് നമ്മുടെ കേരളത്തിൽ വരുന്നത്. കേരളത്തിൽ വലിയ ചേഞ്ചസ് ഒന്നും അവിടെ വരുന്നില്ല. കാരണം കേരളം അത്യാവശ്യം കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. അപ്പോൾ കോമ്പറ്റേറ്റീവ് ഫീൽഡിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇപ്പോൾ UR എന്നില്ല, OBC എന്നില്ല, SC ST എന്നില്ല, എല്ലാത്തിനും എന്ത് ചെയ്യും, ഏകദേശം നിയർ ബൈ ആയിട്ടുള്ള കട്ട് ഓഫ് തന്നെയായിരിക്കും എപ്പോഴും വരുന്നത്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കാൻ മാത്രമേ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാവുള്ളൂ, പറയാനായിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ URൻ്റെ കട്ട് ഓഫ് 2023 ഇത് പ്രകാരം 138 പിന്നെ അതിൻ്റെ ഒരു പ്രശ്നവശം എവിടെയായിരുന്നു, 1558 പോസ്റ്റേ ഉണ്ടായിരുന്നുള്ളൂ. 1558 പിന്നെ എങ്ങനെയെങ്കിലും ഒരു എന്ത് ചെയ്താൽ മതി, എങ്ങനെയെങ്കിലും അവർക്ക് കുറച്ച് പേരെ കയറ്റിയാൽ മതി എന്നുള്ളതുകൊണ്ട് ചിലപ്പം കുറച്ച് കട്ട് ഓഫ് കൂട്ടിയിട്ടതായിരിക്കാം. എനിവേ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ കട്ട് ഓഫ് വരുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. വാക്കൻസി ഉണ്ട്, അതിലെഴുതി അപ്രോച്ച് ചെയ്ത ആൾക്കാരുകളുണ്ട്, അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ ആ ഒരു ടഫ്നെസ് ലെവൽ ഓഫ് എക്സാമിനേഷൻ ഉണ്ട്. ഇങ്ങനെ എല്ലാത്തിനെയും കൂടെ കഴിച്ചിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, ഒരു കട്ട് ഓഫ് മാർക്ക് അവർ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ലക്ഷ്യം എന്താണ്, ആ കട്ട് ഓഫ് എങ്ങനെ ക്ലിയർ ചെയ്യാം എന്നുള്ളത് ഇപ്പോഴേ സെറ്റ് ചെയ്ത് എന്ത് ചെയ്യുക, പഠിക്കുക. ഇപ്പോൾ നമ്മുടെ MTSൻ്റെ വാക്കൻസി ഇൻക്രീസ് ആയത് എങ്ങനെയാണ് ഇൻക്രീസ് ആയത്? 4887 വാക്കൻസീസ് ആയിരുന്നു വിളിച്ചിരുന്നത് കേട്ടോ. ആദ്യം ഓവറോൾ വാക്കൻസി 4887 ആയിരുന്നു. അതിപ്പോൾ എന്തിലോട്ട് ചേഞ്ച് ആയിട്ടാണ്, നമുക്കിപ്പം 6144 ചേഞ്ച് ആയി. 4887 വാക്കൻസി ആയിരുന്നു ആദ്യം MTSന് വേണ്ടി വിളിച്ചിരുന്നത്. അതിപ്പോൾ എന്തിലോട്ട് ചേഞ്ച് ആയി, 6144 എന്ന് പറഞ്ഞൊരു റേഞ്ചിലേക്ക് അത് ചേഞ്ച് ആയിട്ടുണ്ട്. MTSൻ്റെ നമ്മൾ പറഞ്ഞില്ലേ, MTSും ഉണ്ട്, അതുപോലെ എന്തുകൊണ്ട്, ഹവൽദാറും ഉണ്ട്. ഹവൽദാറിന് വലിയ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. ഹവൽദാറിന് എത്ര വാക്കൻസി തന്നെയാണ് ആദ്യം പബ്ലിഷ് ചെയ്ത പോലെ 3439 വാക്കൻസി തന്നെയാണ് ഇപ്പോഴും നിലവിലുള്ളത്. നമുക്ക് പക്ഷേ MTSന് എന്തുകൊണ്ട് 4000 എന്ന് പറഞ്ഞൊരു സംഭവം എന്തിലോട്ട് മാറി, ഒരു 6100 എന്ന് പറഞ്ഞൊരു രീതിയിലേക്ക് മാറി. ഈവൻ അതൊരു ചെറിയ എമൗണ്ട് ഓഫ് ഇൻക്രീസ് ആണെങ്കിൽ പോലും അത് നമുക്ക് എന്താണ്, അത്യാവശ്യം ഇൻക്രീസ് തന്നെയാണ്. എപ്പോഴും അങ്ങനെ തന്നെ വിചാരിക്കണം. കഴിഞ്ഞ പ്രാവശ്യം 1000 ഉള്ളത് ഇപ്പോൾ എന്തായി, ടോട്ടൽ നോക്കുമ്പോൾ എത്ര ആയിടാ, 10000 അടുപ്പിച്ചായില്ലേ, 9583 വാക്കൻസീസ് ആയില്ലേ. അപ്പോൾ ഇതിൽ ഒരാളാവാൻ നമുക്ക് എന്ത് ചെയ്യണം, വർക്ക് ചെയ്യണം. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ച് ഇപ്പം നമുക്കൊരു ചെറിയൊരു രീതിയിലെങ്കിലും ഹോപ്പുണ്ട്, കിട്ടും എന്നുള്ളൊരു ഹോപ്പിലേക്ക് നമ്മൾ എത്തി. കാരണം മുമ്പേ നമുക്ക് ഇത്ര വാക്കൻസി കുറവാണെങ്കിൽ നമുക്കൊരു സംശയമായിരിക്കും, അയ്യോ ഞാൻ ഇങ്ങനെ ഇത് പഠിച്ച് കയറുമെന്ന്. പക്ഷേ ഇപ്പം എന്താ, ഏകദേശം ഇത്രയും വാക്കൻസി ഇപ്പം എന്താണ്, ചിലപ്പോൾ ഫൈനലൊക്കെ എത്തുമ്പോഴേക്കും ഒരു 10000 അടുപ്പിച്ച് വാക്കൻസീസ് അവർ ഉറപ്പായിട്ടും ഫിക്സ് ചെയ്ത് എന്നെ വിളിക്കുമായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഒരു ചാൻസ് കിട്ടുക എന്നുള്ള കാര്യം മാത്രം ഇവിടെ എന്ത് ചെയ്താൽ മതി, ചിന്തിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. സേഫ് സ്കോർ ഇത് തന്നെയാണ് പറയുന്നത്. സേഫ് സ്കോർ വരുന്നത് നിങ്ങൾക്ക് 135+ എന്ന് പറഞ്ഞൊരു രീതിയിലാണ് സേഫ് സ്കോർ വരുന്നത് കേട്ടോ. 135+. നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താ, ഈ 135+ എന്ന് പറയുമ്പോൾ എത്രയാണ് ടോട്ടൽ മാർക്ക് വരുന്നത്, നമ്മുടെ ഇംഗ്ലീഷും അതുപോലെ തന്നെ എന്തുവാടാ നമ്മുടെ GK, ഇതിൽ മാർക്ക് വാങ്ങിച്ചിട്ടേ കാര്യമുള്ളൂ. അതല്ലേ നിങ്ങൾക്ക് അറിയാമെന്നുള്ളതാണല്ലോ. നമ്മുടെ ടയർ 1 കാര്യമാണെങ്കിലും നമുക്ക് 4 സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ 2 ഷിഫ്റ്റ് പോലെയാണ് നടത്തുന്നത്. ടയർ 1 2 ഷിഫ്റ്റ് പോലെ, മാത്സും റീസണിങ്ങും എന്താണ്, നമുക്ക് ക്വാളിഫയിങ് മാർക്സ് മതി അല്ലേ, ക്വാളിഫയിങ് മാർക്സ് മതി. എത്രയാണ്, മാത്സും റീസണിങ്ങിനും ടോട്ടൽ 120-നാണ്. ടോട്ടൽ 120-ന് ഇവിടെ എന്തില്ല, നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. നിങ്ങളിപ്പോൾ കറക്കി കുത്തി എഴുതിയാൽ പോലും നിങ്ങൾക്ക് എന്ത് കിട്ടും, ആ ഒരു 120-ന് ഏകദേശം ഒരു 50 എന്നുള്ള രീതിയിൽ 40 കിട്ടിയാൽ പോലും ജയിക്കും. അവിടെ 36 കിട്ടിയാൽ പോലും ജയിക്കും. നമ്മൾ അവിടെ ക്വാളിഫയിങ് മാർക്ക് മതി. പക്ഷേ ഈ മാർക്ക് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കൂട്ടുന്നില്ല. നമുക്ക് ടോട്ടൽ അല്ലെങ്കിൽ ഓവറോൾ ലാസ്റ്റ് നമ്മുടെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ഏത് മാർക്കല്ല കൂട്ടുന്നത്, നമുക്ക് ഈ മാർക്കല്ല കൂട്ടുന്നത് അല്ലേ. കാരണം നിങ്ങൾക്കറിയാം SSC MTS എന്ന് പറയുന്നത് ഒരേ ഒരു ലെവൽ എക്സാമിനേഷനാണ്. ഒറ്റ എക്സാമിനേഷൻ പാസ്സായ നിങ്ങൾക്ക് ജോലിയായി അല്ലേ. നിങ്ങൾക്ക് ഒരൊറ്റ എക്സാമിനേഷൻ പാസ്സായ ജോലിയായി. 10ാം ക്ലാസ്സിൻ്റെ ലെവലിലുള്ള എക്സാമിനേഷൻ ആയിരിക്കും. തീരെ ഒരു അഡ്വാൻസ് ലെവലിലെ പോർഷനേ കാണൂല. എല്ലാം ബേസ് ആയിരിക്കും. എല്ലാം എന്താണ്, 10ൻ്റെ ബേസിലുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങളടുത്ത് ചോദിക്കുകയുള്ളൂ. അപ്പോൾ ഇതെന്താണ്, ഏറെക്കുറെ നിങ്ങൾക്ക് ബെനിഫിറ്റ്സ് മാത്രം ഉണ്ടാക്കും. പിന്നെ അവിടെ നമുക്ക് സീൻ വരുന്ന ഒരു കാര്യം എന്താടാ, നമുക്ക് എത്ര മാർക്കിന് 150-ൽ എത്ര മേടിക്കണം, 135+ മാർക്ക് മേടിക്കണം. കാരണം നമ്മുടെ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് എത്രയായിരുന്നു, 138 ആയിരുന്നു 150-ന്. ഓക്കെ, നമ്മുടെ MTSും ഹവൽദാറും രണ്ടും 2
എന്താണ് 2 സ്കോർ ലെവലാണ് വരുന്നത്. കാരണം MTSന് കുറച്ച് ചിലപ്പോൾ കൂടുതലായത് വാക്കൻസി അനുസരിച്ചിട്ടാണ് കേട്ടോ. അല്ലാതെ MTSന് പാടാണ്, ഹവൽദാറിന് എളുപ്പമാണ്, അങ്ങനെയൊന്നുമില്ല. MTS ആണെന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്, ഒരൊറ്റ എക്സാമിനേഷൻ. MTS ആണെങ്കിൽ നിങ്ങൾ ഈ ടയർ 1 ക്വാളിഫൈ ആയിട്ടുണ്ടോ, അതായത് ഇംഗ്ലീഷും GK നിങ്ങൾ മാർക്ക് മേടിച്ചിട്ടുണ്ടോ, നിങ്ങൾ ജയിക്കും അല്ലേ. ഇംഗ്ലീഷിനും ഇതിന് മാർക്ക് മേടിച്ചോ, നിങ്ങൾ ജയിച്ചു. എങ്ങനെയാണ് വരുന്നത്? അത് 25 ക്വസ്റ്റ്യനുമാണ് ഏതിൽ വരുന്നത്, ഇംഗ്ലീഷിനും GKക്കും നിങ്ങൾക്ക് വരുന്നത്. 25 എന്ന രീതിയിൽ എത്ര മാർക്കാടാ, 3 മാർക്ക് വെച്ച്. 3 മാർക്ക് വെച്ച് എത്ര മാർക്കാ, 75. അപ്പോൾ എത്രയായി, മൊത്തം 150 മാർക്കിനാണ് നിങ്ങളുടെ എക്സാം വരുന്നത് അല്ലേ. അപ്പോൾ ഇംഗ്ലീഷും GK നിങ്ങൾ എന്ത് ചെയ്യണം, മാക്സിമം അറിഞ്ഞേ പറ്റുള്ളൂടാ. 150ന് നിങ്ങൾക്ക് 135 എബോവ് വാങ്ങിക്കേണ്ട, അല്ലെങ്കിൽ 130 പ്ലസ് എന്ന് തന്നെ കൂട്ടിക്കോ. അങ്ങനെ വാങ്ങിക്കേണ്ടത് എവിടെയാ, ഇംഗ്ലീഷിനും GKക്കും. ഇംഗ്ലീഷും GKയും ഒക്കെ എന്താണ്, നമ്മൾ കിട്ടി പോയാന്ന് പറഞ്ഞ് ചെയ്യുന്ന ഒരു പേപ്പറാണ്. ഇംഗ്ലീഷ് നമ്മൾ എത്ര അറിയാമെങ്കിലും നമുക്ക് അവസാനം കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യും, തെറ്റ് വരുത്തുന്ന ഒരു ഫീൽഡാണ് നമ്മുടെ ഇംഗ്ലീഷ്. അപ്പോൾ ഇംഗ്ലീഷ് അത്രയും തറവായാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് ഈ നല്ലൊരു സ്കോർ കിട്ടത്തുള്ളൂ. ഒരു ക്വസ്റ്റ്യൻ എത്ര മാർക്കാണ്, 3 മാർക്ക് വെച്ചാണ് കേട്ടോ. 3 മാർക്ക് വെച്ചാണ് ഒരു ക്വസ്റ്റ്യന് വരുന്നത്. നെഗറ്റീവ് എങ്ങനെയാണ്, 1 മാർക്ക്. നെഗറ്റീവ് മാർക്കിംഗ് 1 പോസിറ്റീവിന് എത്ര മാർക്കാണ്, 3 മാർക്കാണ്. അപ്പോൾ ആ 3 മാർക്ക് വാങ്ങിക്കുന്നത് നമുക്ക് എത്ര പാടുപെട്ടെന്ന് നമുക്കറിയാം. അപ്പോൾ അവിടെ 1 മാർക്ക് കളഞ്ഞുള്ള അവസ്ഥയോ, നിങ്ങൾക്ക് മാർക്കും പോവും, നിങ്ങൾ ആ കട്ട് ഓഫ് റേഞ്ച് കടക്കേയില്ല. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കും, ഇപ്പം 25 ക്വസ്റ്റ്യൻ ഉള്ളതിൽ 75 എന്നുള്ള രീതിയിലാണ് പോകുന്നത്. ഇതിൽ നിങ്ങൾ 5 ക്വസ്റ്റ്യൻ പോലും ഓരോ ഫീൽഡിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ലെവൽ തന്നെ മാറുകയാണ്, നിങ്ങളുടെ സ്കോർ ലെവൽ തന്നെ മാറുകയാണ്. നിങ്ങളപ്പോൾ എത്ര അറ്റൻഡ് ചെയ്യണം, ഇംഗ്ലീഷ് പറ്റുമെങ്കിൽ 25ൽ 25 ശരിയാക്കണം. എടാ സിമ്പിൾ ഇംഗ്ലീഷ് ആണ്, സത്യം പറഞ്ഞാൽ സിമ്പിൾ ഇംഗ്ലീഷാണ്. പിന്നെ നമ്മുടെ ഈ വൊക്കാബ് സെക്ഷൻ മാത്രമാണ് അത്യാവശ്യം നമുക്ക് ഇച്ചിരി ടഫായിട്ട് വരുന്നത്. ചിലപ്പോൾ അത് ന്യൂസ് പേപ്പർ റെഗുലർലി റീഡ് ചെയ്യുന്നവരോ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇംഗ്ലീഷ് എഡിറ്റോറിയൽസ് ഒക്കെ വായിക്കുന്നവർ, ഇംഗ്ലീഷ് പോഡ്കാസ്റ്റുകൾ കാണുന്നവർ, അങ്ങനെയുള്ളവർക്കൊക്കെ പെട്ടെന്ന് ഇംഗ്ലീഷുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അല്ലാത്തവർക്ക് എന്ത് ചെയ്യും, അത് കുറച്ച് ടഫ് തന്നെയാണ്. ഇപ്പോൾ ഇംഗ്ലീഷ് എന്ന് പറയുന്ന രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ പല വേർഡ്സിൽ നമ്മൾ എന്ത് ചെയ്യില്ല, യൂസേജ് കുറവായിരിക്കും. അപ്പോൾ ആ യൂസേജ് ഉള്ള വേർഡ്സ് ഒക്കെ എന്ത് ചെയ്യും, ഒരുപാട് ചോദിക്കും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ബ്ലാക്ക് ബുക്കിൻ്റെ ഇംഗ്ലീഷ് വാങ്ങിച്ചു വെച്ചിട്ട് എന്ത് ചെയ്യുക, ഡെയിലി പഠിക്കുക. 10-15 വേർഡ്സ് വെച്ച് ഡെയിലി പ്രിപ്പയർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇംഗ്ലീഷ് നല്ല സ്കോർ കിട്ടത്തുള്ളൂ. നമ്മൾ ഗ്രാമാറ്റിക് സെക്ഷൻ ഈ 75 മാർക്കിൽ 75 മാർക്കും മാക്സിമം വാങ്ങിച്ചേ പറ്റുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കണം. 75 മാർക്കിൽ 75 മാർക്ക് നിങ്ങൾ മാക്സിമം വാങ്ങിക്കണം. അല്ലെങ്കിൽ എത്ര മേടിക്കണം, നമ്മൾ കൂടിപ്പോയാൽ ഒരു 70 മാർക്കെങ്കിലും മേടിക്കണം. അല്ലെങ്കിൽ എത്ര വാങ്ങിക്കണം, 23 ക്വസ്റ്റ്യൻസ് എങ്കിലും അവിടെ അറ്റൻഡ് ചെയ്യണം. നമുക്ക് തെറ്റിപ്പോയ ഒരു 2 ക്വസ്റ്റ്യനെ അവിടെ പാടുള്ളൂ. കാരണം നമുക്കിവിടെ കളയാൻ മാർക്കുകളില്ല, നമുക്കിവിടെ നേടാൻ മാത്രമേ ഉള്ളൂ. ആ ഒരു കാര്യം എപ്പോഴും ചിന്തിക്കണം. GK ആയാലും അങ്ങനെ തന്നെ. നിങ്ങൾക്കറിയാലോ, GK എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് പഠിക്കണം, എങ്ങനെ പഠിക്കണം, എവിടെ തുടങ്ങണമെന്ന് അറിയാതെ ആകെ കൺഫ്യൂഷൻ സ്റ്റേറ്റിലാണ് നിങ്ങളെല്ലാവരും. അപ്പോൾ നിങ്ങൾക്ക് ആകെ ഡൗട്ട് കാണും, സ്റ്റാറ്റിക് GK പഠിക്കണോ, ജനറൽ സയൻസ് പഠിക്കണോ, സോഷ്യൽ സയൻസ് പഠിക്കണോ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ നമ്മുടെ എന്താ പറയുക കറണ്ട് അഫേഴ്സ് പഠിക്കണോ, ഇങ്ങനെയൊക്കെ ആകെ ഡൗട്ടുണ്ട്. അതിൽ നമുക്ക് ഒരു ഫിക്സിങ് മാർക്ക് അല്ല ശരിക്കും. ചില ഷിഫ്റ്റൊക്കെ വളരെ ഈസിയാണ്, നിങ്ങൾ കേട്ട് മറന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും ഏതിൽ വരുന്നത്, ഫസ്റ്റ് ഷിഫ്റ്റൊക്കെ നടക്കുന്നവർക്കൊക്കെ വരുന്നത്. പക്ഷെ പിന്നെ ആകുമ്പോൾ നമുക്കത് ഷിഫ്റ്റിൻ്റെ കാഠിന്യം കൂടും, നമുക്ക് അത്രയും മാർക്ക് സ്കോർ ചെയ്യാൻ പാടാവും. പക്ഷേ സ്റ്റിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്ത് ചെയ്യുക, ഇംഗ്ലീഷും GKയും സെറ്റ് ആവുന്നവർക്ക് മാത്രമേ എന്തുള്ളൂ, MTS ഉള്ളൂ. ആ MTSൻ്റെ വർക്കൗട്ട് നിങ്ങൾ തുടങ്ങേണ്ട എവിടെയാണ്, ഇംഗ്ലീഷ് GK എന്ന് പറഞ്ഞ രീതിക്കാണ്. നിങ്ങൾക്കിപ്പോൾ ഡിഗ്രി ഒന്നും ഇല്ല, നിങ്ങൾ +2 ക്വാളിഫൈ ആയിട്ടില്ല, അല്ലെങ്കിൽ +2ന് സപ്ലൈ ഉണ്ട്, അങ്ങനെയൊക്കെ അറിഞ്ഞിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് MTS. കാരണം ആ MTS മേടിക്കാൻ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വർക്ക് ചെയ്യേണ്ട 2 പേപ്പർ ഏതൊക്കെയാണ്, ഇംഗ്ലീഷും GKയും. ആ ഇംഗ്ലീഷും GKയും മാക്സിമം നിങ്ങൾ എഫേർട്ട് ഇട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് ക്രാക്ക് ചെയ്യാം. ഇതെന്ന് പറഞ്ഞ് തന്നെ ഇരിക്കണം. കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ, നോർമലി നമ്മുടെ CGLൊക്കെ വരുമ്പോഴേക്കും ഇതിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. ഇംഗ്ലീഷിനും GKയ്ക്കും ഇമ്പോർട്ടൻസ് ഉണ്ട്, ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് മാത്സിനും റീസണിങ്ങും. നമ്മൾ എവിടെയെങ്കിലും സ്കോർ ചെയ്താൽ നമുക്ക് മാർക്കുണ്ട്. പക്ഷേ നമ്മുടെ ഇവിടെ എന്താണ്, ഇംഗ്ലീഷും GKയും മാത്രമേ ഉള്ളൂ. അതിൽ സ്കോർ ചെയ്യുന്നവർ വിജയിച്ചു എന്ന് തന്നെ വിചാരിക്കുക. അപ്പോൾ 20 ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൽ നിന്നും 20 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 23 ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൽ നിന്നും 23 ക്വസ്റ്റ്യൻസും GK എന്നും അറ്റൻഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു ലെവലിലേക്ക് പഠിച്ച് കയറാൻ പറ്റും. 135 അല്ലെങ്കിൽ 130+ എന്നുള്ള രീതിയിലേക്ക് മാറാൻ കഴിയും. അപ്പോൾ ഞാൻ എപ്പോഴും പറയുകയാണ്, നിങ്ങളുടെ മെയിൻ ഫോക്കസ് വരേണ്ടത് ഇംഗ്ലീഷും GKയിലും നല്ല ഒരു സ്കോർ ലെവൽ നിങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടേ കാര്യമുള്ളൂ. നല്ലൊരു സ്കോറിൽ ഉണ്ടാക്കിയെടുക്കണം. നിങ്ങളുടെ കട്ട് ഓഫ് റേഞ്ച് വരുന്നത് 135+ ആണ്. കാരണം വാക്കൻസി കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ചിലപ്പോൾ ഈ പറയുന്ന ഒരു സ്കോർ കുറച്ചും കൂടെ കുറയാം. സ്റ്റിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 130+.
ഞാനത് SC ST എന്ന് പറയുന്നില്ല, OBC എന്ന് പറയുന്നില്ല, ജനറൽ എന്ന് പറയുന്നില്ല. കാരണം നമുക്ക് വേണ്ടത് എത്രയാണ്ടാ, നമ്മൾ സേഫ് ആവണമെങ്കിൽ നമുക്ക് വേണ്ട മാർക്ക് 130 അല്ലെങ്കിൽ 130 എബോവ് ആണ്. ഇതെന്താണ്? വിത്തൗട്ട് നോർമലൈസേഷൻ ആണ്. ഇനി നോർമലൈസേഷനും കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ അതൊരു 140 എങ്കിലും വരണം. കാരണം അതുകൊണ്ടാണ് 135 നമ്മുടെ സ്കോർ എന്ന് പറയുന്നത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കേരളയിൽ എപ്പോഴും എന്താ നല്ല ഒരു ലിസ്റ്റ് ഓഫ് എന്താണ് ആൾക്കാരാണ് എഴുതുന്നത്, നല്ല ലിറ്ററേറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്, അവർക്ക് നല്ല മാർക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെ ആലോചിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്ന വാങ്ങിക്കണം, 130 ആണ് നിങ്ങളുടെ ഇപ്പോഴേ നിങ്ങൾ പഠിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു സേവ് സ്കോർ. അതിനേക്കാളും കൂടുതൽ മേടിക്കണം. നിയർ ബൈ 140 അടുപ്പിച്ചെങ്കിലും എത്തിയിട്ടേ നിങ്ങൾ എന്ത് ചെയ്യാവൂ, ഈ ഒരു പരീക്ഷ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്ന ഒന്നീ നിങ്ങൾ എന്ത് ചെയ്യുക, 135+ നോർമലി നിങ്ങൾ മേടിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ SC ST പോലുള്ള എല്ലാവരും, SC ST എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയും 120+ ആണെന്നൊക്കെ എല്ലാവരും പറയും. പക്ഷെ അല്ല, നിങ്ങൾ എപ്പോഴും ശ്രമിക്കേണ്ടത് അതിനേക്കാളും ഒരു പടിയെങ്കിലും മുന്നിൽ നിൽക്കുക. നമുക്കറിയത്തില്ല എങ്ങനെയാണ് ഈ ഒരു സിസ്റ്റം തന്നെ കംപ്ലീറ്റ്ലി എങ്ങനെ മാറി മറിയുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് പ്രഡിക്റ്റബിൾ അല്ല നമുക്ക്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഒരു പടി മുന്നിൽ നിൽക്കാൻ ശ്രമിക്കുക. 130 തന്നെ എന്ത് ചെയ്യുക, അനലൈസ് ചെയ്ത് പഠിക്കുക. ആ 130 നിങ്ങൾ മേടിക്കേണ്ട സബ്ജക്റ്റാണ് ഇംഗ്ലീഷും GK. എങ്ങനെയെങ്കിലും നിങ്ങൾ ശ്രമിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, അതിന് വേണ്ടി വർക്ക് ചെയ്യുക. MTSൻ്റെ ബുക്സ് ഒക്കെ ഒരുപാട് നമ്മൾ എന്ത് ചെയ്യും, ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ബുക്സ് വാങ്ങിച്ച് പഠിക്കുകയോ അല്ലെങ്കിൽ യൂട്യൂബിലെ ക്ലാസ്സസ് കണ്ട് പഠിക്കുകയോ എങ്ങനെ ആയാലും നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിച്ച് തന്നെ എന്ത് ചെയ്യുക, ഈ ഒരു പരീക്ഷ എഴുതാൻ ശ്രമിക്കുക. നമുക്ക് CGL ഒക്കെ മേടിക്കാനും എന്താണ് ആ ഒരു ടഫ്നെസ് ലെവലോടെ തന്നെ എന്തും ചെയ്യുക. MTSും എന്ത് ചെയ്യുക, നിങ്ങൾ അപ്രോച്ച് ചെയ്യുക. ഈവൻ ക്വസ്റ്റ്യൻസ് ഈസി ആണെങ്കിൽ പോലും നമുക്ക് അവിടെ മാർക്ക് സ്കോർ ചെയ്യാൻ അത്രയും ഡിഫിക്കൽട്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്കോർ സെറ്റ് ചെയ്തിട്ട് മാത്രമേ പഠിക്കാവൂ. നിങ്ങൾക്ക് ഇപ്പോൾ ഇമ്പ്രൂവ് ആയിരിക്കുന്ന ഈ ഒരു വാക്കൻസി നിങ്ങൾ വെറുതെ വിട്ട് കളയരുത്. അത് വെറുതെ വിട്ട് കളയാനുള്ളതല്ല, നിങ്ങൾക്ക് കിട്ടിയ ഒരു ചാൻസ് ആണെന്ന് വിചാരിച്ച് തന്നെ ഈ കേരളത്തിൽ തന്നെ നിങ്ങൾക്ക് ജോലി കിട്ടണമെന്ന് മനസ്സുകൊണ്ട് വിചാരിക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ MTS കൃത്യമായ ഒരു പാറ്റേൺ ഉപയോഗിച്ച് ഇംഗ്ലീഷും GK ഒക്കെ കൃത്യമായി പഠിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ 135 അല്ലെങ്കിൽ 130+ എന്ന് പറഞ്ഞൊരു രീതിയിലേക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും എത്താൻ കഴിയും. അപ്പം ഈ ഒരു കാര്യമൊക്കെ മനസ്സിൽ വെച്ച് നിങ്ങളുടെ പ്രിപ്പറേഷൻസൊക്കെ അതിഗംഭീരമായിട്ട് തന്നെ കൊണ്ടുപോയി നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, നല്ലതായിട്ട് മോക്കൊക്കെ ചെയ്ത് നല്ലപോലെ ബുക്കൊക്കെ പഠിച്ച് ഇനിയും നമുക്ക് 2 മാസം പോലും ടൈം തികച്ചില്ല. അപ്പോൾ ആ ഒരു രീതിക്ക് നിങ്ങളുടെ മാക്സിമം എഫേർട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇനി എക്സാമിനേഷന് തന്നെ എന്ത് ചെയ്യുക, മാക്സിമം ഫോക്കസും കൊടുത്ത് പഠിക്കുക. അത് മാത്രമേ പറയാവുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.